ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. വി.എസ്. അച്യുതാനന്ദന്റെ വിട എന്ന വാർത്തയാണ് നമ്മൾ രാവിലെ കേട്ടത്. വി.എസ്. അച്യുതാനന്ദൻ ആരായിരുന്നു എന്ന് നമുക്കൊക്കെ വാർത്തകളിലൊക്കെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ പറ്റി. കാരണം എല്ലാ ചാനലുകളിലും വി.എസിനെ കുറിച്ചായിരുന്നു. വി.എസിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം അനുഭവിച്ചുകൊണ്ട് ജനലക്ഷങ്ങൾ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരും അനുഗമിക്കുന്നു. ഇപ്പോഴും ആൾത്തിരക്കായിരുന്നു ഭൗതിക ശരീരം കാണാൻ വേണ്ടി. വി.എസ്. ആരായിരുന്നു? വി.എസ്. അച്യുതാനന്ദൻ എന്നുള്ള നേതാവ് പുന്നപ്ര വയലാർ സമരത്തിലും എല്ലാ സമരങ്ങളിലും പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച് ആ സമരങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ച ഒരു നേതാവാണ് വി.എസ്. അച്യുതാനന്ദൻ. പാർട്ടിക്കകത്തും തിരുത്തുകയും പുറത്തും തിരുത്തുകയും ചെയ്ത ഒരു നേതാവ്. കമ്മ്യൂണിസം എന്താണെന്ന് പാവങ്ങളുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ ആൾക്കാർക്ക് പാവങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. ഇങ്ങനെയുള്ള നേതാവ് കേരളത്തിൽ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നേതാവിനെ കിട്ടുമോ എന്നുള്ളത് സംശയകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കോർപ്പറേറ്റ് മുതലാളികളുടെ പിറകിലാണ് ഇപ്പോൾ കമ്മ്യൂണിസം, ഇപ്പോൾ കേരളത്തിലുള്ള കമ്മ്യൂണിസം പോകുന്നത്. അതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസം അസ്തമിക്കുമ്പോൾ കേരളത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഇങ്ങനെയുള്ള നേതാക്കൾ ഉണ്ടായത് കൊണ്ടായിരുന്നു. ഇനി കമ്മ്യൂണിസം ഉണ്ടാകുമോ എന്നുള്ളത് സംശയകരമായ ഒരു ചോദ്യചിഹ്നമായി അവിടെ ബാക്കിയാകുന്നു. നമ്മുടെ വി.എസ്. അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായ സമയത്തും അദ്ദേഹത്തിന്റെ ആ നേതാവ് എന്നുള്ള ആ സാക്ഷ്യപത്രം നമുക്ക് ബാക്കി വെച്ചായിരുന്നു വി.എസിന്റെ ഈ ഇപ്പോഴുള്ള മടക്കം. 102 വയസ്സായ വി.എസ്. അച്യുതാനന്ദൻ, അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ 23-ാം വയസ്സിൽ വി.എസ്. അച്യുതാനന്ദൻ ഒളിവിലായിരുന്ന സമയത്ത് അന്നത്തെ പോലീസുകാർ വി.എസ്. അച്യുതാനന്ദൻ എന്ന യുവാവിനെ തേടിപ്പിടിച്ച് അവിടെ ലാത്തി കൊണ്ട് അടിക്കുകയും അവസാനം അടിച്ച് അവശനാക്കി മരണപ്പെട്ടു എന്ന് വിധി എഴുതി അദ്ദേഹത്തിന്റെ ശരീരത്തെ ഒരു കള്ളനെ കൊണ്ട് വലിച്ചെറിയാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. അങ്ങനെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ വെറുതെ ആ കള്ളൻ വി.എസ്. അച്യുതാനന്ദന്റെ മൂക്കിൽ കൈവെക്കുന്നു. ഇല്ല, മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ മരണമടിയാത്ത ആ നേതാവ് 23-ാം വയസ്സിൽ പുനർജനിച്ചുകൊണ്ട് 80 വർഷം അങ്ങനെ ആ നേതാവ് പുനർജനിച്ച് 80 വർഷക്കാലം കേരളത്തിൽ പ്രതിപക്ഷത്തും അതുപോലെ തന്നെ ഭരണപക്ഷത്തും ഇരുന്ന് കേരളത്തിൽ പാർട്ടിക്കകത്തും പുറത്തുമൊക്കെ പാർട്ടിക്കകത്തുള്ള നേതാക്കളെ ശരിയാക്കി, പുറത്തുള്ളവരെയും ശരിയാക്കി, നർമ്മത്തിലൂടെ ഇവിടെ പ്രസംഗം നടത്തി അദ്ദേഹം പല രീതിയിൽ നമ്മുടെ മനസ്സകത്ത് കുടികേറിയ ഒരു നേതാവാണ്. കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ കേരളത്തിൽ പഠിപ്പിച്ച അങ്ങനെ നീണ്ട 80 വർഷം കേരളത്തിൽ ഒരു ജനനായകനായി വിപ്ലവ സൂര്യനായി വളർന്ന വി.എസ്. അച്യുതാനന്ദന് എല്ലാവിധ ആദരാഞ്ജലികൾ നേരുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.